ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ ഞാൻ ബിസി ആയിപ്പോയി. അത് കാരണം വീഡിയോസൊന്നും അധികം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ശിവൻ്റെ ആ ഒരു ലൈവ് സെക്ഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്, അതിൻ്റെ കളർ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ വന്നത് ഞാൻ എന്തായാലും ശ്രദ്ധിക്കാതിരിക്കത്തില്ലല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പോലെ ഞാനും ശ്രദ്ധിക്കാം. അങ്ങനെ ശ്രദ്ധിച്ച കൂട്ടത്തിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഇതിന് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു. സംഭവം എന്തുവാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വേണ്ട കിടക്കുന്ന താത്തയുടെ വീഡിയോ ഉമ്മാൻ്റെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന്. എന്തൊരു വിഷമം. പിന്നെ ആരോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഇതിനെക്കാട്ടിലും നല്ലത് നീ മറ്റേ പണിക്ക് പോകുന്നതാണെന്ന്. പക്ഷെ പറഞ്ഞിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അധികം ആരും ഇപ്പം അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പല കാര്യങ്ങളും പറഞ്ഞ് വരുന്നതുകൊണ്ട് അങ്ങോട്ട് വീശുന്നുമില്ല. പഴയതുപോലെ അങ്ങോട്ട് ഇതിനകത്ത് റീച്ചും കിട്ടുന്നില്ല. അതെന്താ ചേച്ചിയെ കിട്ടാത്തേ? സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കയറി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയല്ലേ പിടിക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ചേച്ചി അതിന് വേണ്ടിയിട്ടല്ലേ പിടിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പിടിക്കുമായിരുന്നോ ചേച്ചി? പിന്നെ കർമ്മ തിരിച്ചടിക്കുമെന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്ന കേട്ടു. എൻ്റെ പൊന്നട പൂവേ, ഈ പറയുന്ന ആൾ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കർമ്മ തിരിച്ചടിച്ചിട്ടില്ലേ? ഇതിൻ്റെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ആരും വർഗീയവാദി ആക്കുന്നുമില്ല, ഒന്നുമില്ല. സ്വയം വർഗീയവാദി രീതിയിലുള്ള സംസാരിച്ച് മതം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനുള്ള വകുപ്പെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് സഹിച്ചു തന്നെ. അതാദ്യം ഒന്ന് ആലോചിച്ചു. ആദ്യം സ്വന്തം കണ്ണിൽ കോലെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ കോലെടുക്കാൻ അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നാളെ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വരരുതേ എന്ന് പറഞ്ഞ് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ എന്താ? ആ പെണ്ണുമ്പിള്ള ഞാൻ സഹായിക്കാൻ വന്നതിൻ്റെ, അല്ലാതെ വേറൊരു ഇഷ്യൂ നമ്മൾ തമ്മിലില്ല. അതൊക്കെ പോട്ടെ. കൃഷ്ണനെ വരയ്ക്കുന്നു. ഈ ഇത്ര വർഷം കൊണ്ട് ഇത്രയും ഫോട്ടോസ് വരച്ചു. ഈ ഒരു പാറ്റേൺ മാത്രമല്ലാതെ വേറൊരു പാറ്റേൺ എന്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല? ഞാനിപ്പോൾ കുറച്ച് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ 2022 ആ സമയത്ത് തുടങ്ങിയെങ്കിൽ പോലും എനിക്ക് ശിവനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ലക്ഷ്മിയെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്, അതും കേരള ചുവർ ചിത്രം വരയ്ക്കാൻ പറ്റുന്നുണ്ട്, കാർട്ടൂണിസ്റ്റ് പെയിൻറ്റിങ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, നേച്ചർ പെയിൻറ്റിങ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പറ്റുന്നുണ്ട്. ഒരു തുടക്കക്കാരിയായ എനിക്കിതൊക്കെ പറ്റുന്നുണ്ട്. ദയവായിട്ട് അറിഞ്ഞു തരുന്ന ഒരു കല. അത് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഒരേ പാറ്റേൺ, ഒരേ രീതിയിലുള്ള കൃഷ്ണനെ മാത്രം വരയ്ക്കുന്ന താങ്കളോട് 10 പേരുടെ മുമ്പിൽ ഒരു പേപ്പർ തന്നാൽ അതിൽ ആ കൃഷ്ണനെ വരയ്ക്കാൻ പറയുമ്പം കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, പേടി. മറ്റുള്ളവരെ ചീത്ത പറയാനും നീ ആരടി എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ഫോൺ നോക്കാൻ പറയാനും പ്രായം പോലും നോക്കാതെ സംസാരിക്കാനുമൊക്കെ തൻ്റെ ഇടമുണ്ട്. എന്നാൽ 10 പേരുടെ മുമ്പിൽ എന്താ വരച്ച് കാണിക്കാനുള്ളത്? തൻ്റെ ഇടം കാണിക്കാത്ത ഈ തൻ്റെ ഇടം അന്ന് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. അതെന്താ ചിന്തിക്കാതിരുന്നത്? ഇപ്പം ഏകദേശം കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത്, ഹോസ്പിറ്റലിലെ ആ ഒരു കേസ് വന്നതോടുകൂടി എല്ലാവരും ശരിക്കും പറഞ്ഞ് തഴഞ്ഞിട്ടുണ്ട്. നേരത്തെ നല്ലതുപോലെ ഒരു മാസം മുന്നേയൊക്കെ ഉള്ള ചെയ്തിരിക്കുന്ന വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റീച്ച് കയറിയിട്ടുള്ള വീഡിയോസാണ്. പക്ഷേ ഇപ്പം ഇട്ട് വരുന്ന വീഡിയോസിന് അധികം റീച്ചും ഇല്ല, അധികം കമൻസും ഇല്ല, ലൈക്കും ഇല്ല. അപ്പോൾ ഓരോ നമ്പറുകൾ ഇങ്ങനെ പുറത്ത് അമ്മയുടെ വീട്ടിൽ കയറ്റുന്നില്ല, അച്ഛൻ്റെ വീട്ടിൽ കയറ്റുന്നില്ല. പക്ഷെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അള്ളാഹുവിൻ്റെ കാര്യം പറയുന്നു. അതെന്തുകൊണ്ട്? എനിക്ക് മതം ഇല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെയും യേശുവിനെയും കൃഷ്ണനെയും, അതിപ്പോൾ കൃഷ്ണനായിക്കോട്ടെ, നരസിംഹമൂർത്തി ആയിക്കോട്ടെ, ശ്രീരാമനായി ആരെ ആയിക്കോട്ടെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ചിന്തിക്കും. ഏത് രീതി ചിന്തിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ?
അതൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് പറഞ്ഞു തരണം. പിന്നെ വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ സപ്പോർട്ടിന്. നിനക്ക് സപ്പോർട്ടിന് ഞാനുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, ഞാൻ അങ്ങ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പം എന്തി അനക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ റീച്ച് കുറഞ്ഞു വരുന്നു. ഏതൊക്കെ നമ്പർ എടുത്തിട്ടും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായി കളികളൊന്നും ഏശുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഓരോ പുതിയ കാര്യങ്ങളും അടവുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ. ചേച്ചിയെ വിളിക്കുമ്പം വരണം കേട്ടോ, ഒന്ന് ഓർമ്മിപ്പിച്ചതാ.